തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വി.ഡി. സതീശൻ ഒരു യാത്ര നടത്തിയെന്ന് വലിയ വിവാദമാകുന്നുണ്ട്. ഇതിനിടയിൽ സതീശന്റെ മംഗലാപുരം യാത്രയിൽ വിമർശനവുമായി ഇന്നൊരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട് DCC ഓഫീസിന് സമീപത്താണ് ഫ്ലക്സ് ഉയർന്നത്. സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യബന്ധമോ എന്നാണ് ഫ്ലക്സിൽ ചോദ്യം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, ഈ യാത്ര എന്തിനാണ് സതീശൻ പോയത്, ആരെയാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞ് അത് വലിയൊരു വിവാദമാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ ഫ്ലക്സിൽ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ശ്രീജ, തീർച്ചയായും വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം പ്രകടനങ്ങൾ, വികാര പ്രകടനങ്ങളും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുള്ള പ്രക്ഷോഭങ്ങളുമൊക്കെ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് കോഴിക്കോട് DCC ഓഫീസിന് മുമ്പിൽ കിഷോർ ആൽവേ, അതായത് കർണാടകയിലെ അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റാണ്, അവരുടെ ബിസിനസ് സംരംഭങ്ങളുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്മാനാണ്. ആ ആൽവയെ കണ്ടതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളും അല്ലെങ്കിൽ അത്തരം ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ പ്രചരിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദാനി ഗ്രൂപ്പുമായി വി.ഡി. സതീശന് എന്താണ് ബന്ധം എന്ന് ചോദിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ചയിൽ ദുരൂഹത സംശയം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ DCC ഓഫീസിന് മുമ്പിൽ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫ്ലെക്സ് ബോർഡിൽ ഉയർത്തിയിരിക്കുന്നത്. അതായത് ഈ തരത്തിൽ വി.ഡി. സതീശന് അനുകൂലമായി ഇപ്പോൾ ഉയരുന്ന വികാര പ്രകടനങ്ങൾക്ക് പിന്നിൽ അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഉറച്ച നിലപാടുകൾ എടുക്കുന്നയാൾ ഇത്തരം രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്കെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയ ബിസിനസ് അവിഹിത കൂട്ടുകെട്ടുകൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാടെടുക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശന് അനുകൂലമായി ഇപ്പോൾ പ്രകടനങ്ങളും വികാര പ്രകടനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ അത്തരം വികാര പ്രകടനങ്ങളെ നിഷ്പ്രഭമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ പോസ്റ്ററിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്ന ബാനറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ തരത്തിൽ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം പ്രധാനമായും കഴിഞ്ഞ LDF സർക്കാരിനെതിരെ UDF ശക്തമായി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിമർശനവും അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് വഴങ്ങുന്നു എന്നതുൾപ്പെടെയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശന് ഇപ്പോൾ ഈ മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട് ഈ മംഗലാപുരത്തേക്ക് അദാനി ഗ്രൂപ്പ് തന്നെ ചാർട്ടേഡ് വിമാനം തയ്യാറാക്കി നൽകുന്നു. അങ്ങനെ അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിന് പിന്നിൽ മറ്റ് ചില ഇടപാടുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഉയർന്നിരുന്ന വിമർശനം. ഇതിനെ സാധൂകരിക്കുക, അല്ലെങ്കിൽ ഇതിനെ ഉയർത്തിക്കാണിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് ഓഫീസിന് മുമ്പിൽ, ജില്ലാ കോൺഗ്രസ് ഓഫീസിന് മുമ്പിൽ, DCC ഓഫീസിന് മുമ്പിൽ ഇത്തരമൊരു ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്.